Good morning, students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 8086ൻ്റെ ബ്രാഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൽ രണ്ടെണ്ണം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജമ്പും കോളാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം നമ്മൾ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ബ്രാഞ്ചിങ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിയിലോ C++ലോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 8086 അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ജമ്പും അതിൻ്റെ വേരിയേഷൻസും ആയിരിക്കും. ഇപ്പോൾ ജമ്പ് എന്ന് പറയുന്നത് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടീഷണൽ ജമ്പ് ആൻഡ് അൺകണ്ടീഷണൽ ജമ്പ്. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജമ്പാണ്. ഓക്കെ, കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യാണ്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസും അതെങ്ങനെയാണ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് ഈ രണ്ട് ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വി ക്യാൻ സേ ദറ്റ് ജമ്പ് ചേഞ്ചസ് ദ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ ഫ്ലോ ചേഞ്ച് ചെയ്യുന്നു. ദിസ് ഈസ് ലൈക്ക് എൻ ഇഫ് ഓർ ലൂപ്പ്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ വി വാണ്ട് ദ പ്രോഗ്രാം സീക്വൻസ് ടു റൺ ടു എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. ആ സീക്വൻസിന് വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ജമ്പ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ജമ്പ് ഫോളോഡ് ബൈ ലേബൽ അല്ലെങ്കിൽ അഡ്രസ് എന്ന് പറയാം. ഇവിടെ ഡൗൺ എന്ന് കാണിച്ചിട്ടില്ലേ? ഡൗൺ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ആണ്. ഡൗൺ ഇസ് ആക്ച്വലി ദ അഡ്രസ് ഓഫ് എ ലൊക്കേഷൻ വിച്ച് ഇസ് സ്പെസിഫൈഡ് ബൈ എ ലേബൽ കോൾഡ് ഡൗൺ വിച്ച് ഇസ് അഗെയിൻ ഗിവൺ ബൈ ദി യൂസർ ഓർ പ്രോഗ്രാമർ. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ നമ്മൾ ഈ ഒരു ഫിഗറിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുക, ഗ്രീൻ ലൈൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെ നമ്മളുടെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്രോഗ്രാം സീക്വൻസ് ആണ്. അതിൽ പ്രോഗ്രാം സീക്വൻസ് ആണ് അങ്ങനെ ഒരു ബ്ലാക്ക് വര വരച്ചിട്ട് കാണിച്ചിരിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ, വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ആ സീക്വൻസിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ജമ്പ് ഡൗൺ എന്നാണ്. ഇതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 8086 ഇസ് നോട്ട് കേസ് സെൻസിറ്റീവ് അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ജമ്പ് എന്നുള്ളത് സ്മോൾ ലെറ്റേഴ്സിലോ ക്യാപ്സിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം, അത് ഇഷ്യൂ അല്ല. പക്ഷേ അതിൻ്റെ ആ സീക്വൻസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജമ്പ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് JMP എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ജമ്പാണ്. നമ്മൾ ഒരു കണ്ടീഷനൊന്നും ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല. ആ ഇൻസ്ട്രക്ഷൻ കാണുമ്പോഴേക്കും എക്സിക്യൂഷൻ എങ്ങോട്ടേക്കാണ് പോവുക? ഡൗൺ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലേബൽ എന്ന് പറയും. ആ ലേബൽ അല്ലെങ്കിൽ അഡ്രസ്സാണത്. അതായത് ഏത് ലൊക്കേഷനിലേക്കാണോ ജമ്പ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ഇവിടെ നമ്മൾ കൊടുക്കണം. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ അഡ്രസ്സസ് നമ്മൾ ബോദർ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് അഡ്രസ്സ് ഏതാണെന്ന് ഇപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ അതിനെ അസംബ്ലർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊരു സിമ്പിൾ, ഇറ്റ്സ് എ സിമ്പിൾ അല്ലെങ്കിൽ ലേബൽ അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്, പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് അപ്പോൾ ജമ്പ് ഫോളോഡ് ബൈ എ സ്പേസ് ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദ ലേബൽ ഓർ അഡ്രസ്. ഇനി എവിടേക്കാണോ ജമ്പ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഡൗൺ കൊടുക്കുക. ഓക്കെ, ഡൗൺ എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ഡൗൺ ഫോളോഡ് ബൈ എ കോളൻ, 2 കുത്ത്. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനിലേക്കായിരിക്കും ജമ്പ് പോകുന്നത്. അപ്പം so the program is executed in such a manner that the control goes to the location specified by the jump label. ആ അഡ്രസ്സ് ആ ജമ്പ് ഡൗൺ എന്ന് പറയുന്ന ആ ലേബലിലേക്ക് അല്ലെങ്കിൽ ആ അഡ്രസ്സിലേക്ക് കൺട്രോൾ പോകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി തൊട്ട് ജമ്പ് ഡൗൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആ ഡൗണിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അതിൽ നിന്ന് താഴേക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, തിരിച്ചിങ്ങോട്ടേക്ക് റിട്ടേൺ വരില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് അൺകണ്ടീഷണലാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് താഴേക്ക് ജമ്പ് ചെയ്യാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് ഏതെങ്കിലും ഒരു മുകളിലുള്ള ഒരു ഇതിന് തൊട്ട് മുന്നേ ഉള്ളതോ അതിന് മുമ്പിലുള്ള ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ അവിടെ ജമ്പ് അതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ലേബൽ കൊടുത്താൽ മതി. ഇപ്പോൾ അപ്പ് എന്ന് കൊടുക്കാം, അതൊക്കെ യൂസറിന് ഇഷ്ടമുള്ളത്. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഇതിൽ എറേഴ്സ് ട്രാക്ക് ചെയ്യാനോ നമ്മൾ മാനുവലി നമ്മൾ നോക്കുമ്പോൾ ഇത് മൊത്തത്തിലൊരു വലിയ ലെങ്തി പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ അത് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കണം. ഓക്കെ, സോ what we have to understand here is that there is no question of coming back to the original ജമ്പ്. ആ ജമ്പിലേക്ക് അത് തിരിച്ചു വരില്ല. ജമ്പ് ഒരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് എക്സിക്യൂഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇനി അതിനെന്താണ് നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളവിടെ കാണിച്ചിട്ടുണ്ട്. അതിലൊരു ആരോ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ആരോയിൽ നമുക്കറിയാം ജംപ് ഡൗൺ എന്ന് പറയുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു, എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്യുമ്പം ആ സമയത്ത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഐ പിയിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ, അതായത് തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഐ പിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇവിടെ ആ ഐ പിയിൽ നെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ജമ്പ് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? പ്രോസസ്സറിന് ഏതോ ഒരു ദൂരേക്കൊരു സ്ഥലത്തേക്ക് എനിക്ക് ജമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൺട്രോൾ സീക്വൻഷ്യൽ അല്ല, ഇനി എവിടെയൊക്കെ പോകണ്ടേ. അപ്പോൾ അത് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യണമെങ്കിൽ ജമ്പ് കഴിഞ്ഞിട്ടുള്ള ലേബൽ, ആ ജമ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ജമ്പ് കഴിഞ്ഞിട്ട് അത് സ്പെസിഫൈ ചെയ്യുന്ന അഡ്രസ്സ് ഏതാണ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലേക്ക് നോർമൽ കേസിൽ സീക്വൻഷ്യൽ ആണെങ്കിൽ ജമ്പ് ഡൗൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സപ്പോസ് 5000 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണെങ്കിൽ ഐ പി സ്റ്റോർ ചെയ്യുന്നത് 5001 ആയിരിക്കും. നോർമലി അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് എന്ത് മനസ്സിലാവും? ഐ പിയിലെ വാല്യൂ ചേഞ്ച് ചെയ്യണം. 5000 ചെയ്യുമ്പോൾ 5001 ആണ് വേണ്ടത്. ഐ പിയിലെ 5000 മാറ്റിയിട്ട് ഡൗൺ എന്ന് പറയുന്ന സ്പെസിഫൈ ചെയ്യുന്ന അഡ്രസ്സിലേക്ക് പോകണം. അപ്പോൾ ഐ പി മാറ്റിയിട്ട് ഐ പിയിൽ എന്താ അതവിടെ കാണിച്ചിരിക്കുന്നത്? ഐ പിയിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന അഡ്രസ് ഓഫ് ഡൗൺ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഐ പിയിൽ സ്റ്റോർ ചെയ്യുന്നത് 5000 കഴിഞ്ഞിട്ടുള്ള 5001 അല്ല, പക്ഷേ ഏതോ ഒരു അഡ്രസ് വിച്ച് ഇസ് സ്പെസിഫൈഡ് ബൈ ദ ലേബൽ ഡൗൺ. ഓക്കെ, ആ ഡൗൺ ഇസ് അഡ്രസ് ഓർ ലേബലിന് താഴെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ അല്ലേ? ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഈ വീഡിയോ രണ്ടാമത് റിവൈൻഡ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകേണ്ടത് ജമ്പ് ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺകണ്ടീഷണൽ ജമ്പ്. ഓക്കെ, ഇനി നമുക്ക് കോൾ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് പഠിക്കുന്നത്. കോൾ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ RET എന്ന് പറയുന്ന റിട്ടേൺ ഇൻസ്ട്രക്ഷനും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കോൾ ഗോസ് ടുഗെദർ വിത്ത് റിട്ടേൺ. ഓക്കെ, അപ്പം ഇനി എടുത്ത് നമുക്ക് ഈ കോളും റിട്ടേണും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ നമ്മളിവിടെ കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പം കോൾ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ ആയിരിക്കും. നമ്മൾ സിയിലോ C++ലോ പഠിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ അല്ലേ? ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൾ ചെയ്താൽ, അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനിൽ നിന്നാണോ കോൾ ചെയ്യുന്നത് അവിടെ നിന്ന് കൺട്രോൾ ഒരു പെർട്ടിക്കുലർ വേറൊരു ലൊക്കേഷൻ, അഡ്രസ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ആക്ച്വലി സിയിലും C++ലും നടക്കുന്നത് തന്നെ ഇതാണ്. അവിടെയും നമ്മളവിടെ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് അസംബ്ലിയിലേക്ക് കൺവേർഷൻ നടക്കുന്നുണ്ട് അവിടെ. അത് നമ്മൾ ഇതിനെക്കുറിച്ച് ബോദർ ചെയ്യുന്നില്ല. ഇപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ കോൾ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സബ് റൂട്ടീൻ എന്ന് പറയുന്നത് ഫംഗ്ഷന് വേറൊരു പേരാണ്. അതായത് ALP അസംബ്ലി ലാംഗ്വേജിൽ സബ് റൂട്ടീൻ എന്നും പറയാറുണ്ട്. സബ് റൂട്ടീൻ, മെയിൻ റൂട്ടീൻ അല്ല, സബ് ഒരു റൂട്ടീൻ. അപ്പോൾ അതൊറ്റ വാക്കാണ് സബ് റൂട്ടീൻ എന്നുള്ളത്. അപ്പോൾ കോൾ ഫോളോഡ് ബൈ the name of the subroutine which is specified by the user. ഇവിടെ കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ അതൊരു കീവേഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ 2 ഗ്രീൻ ലൈൻസ് കൊണ്ട് വരച്ചിട്ടുണ്ട്. അതുപോലെ റിട്ടേണും കീവേഡാണ്, അതാണ് അങ്ങനെ കാണിച്ചിട്ട്. അതൊരു ജമ്പും അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ ഗ്രീൻ ലൈൻ വരയ്ക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ പക്ഷേ സബ് റൂട്ടീൻ എന്ന് പറയുന്നതും ഡൗൺ എന്ന് പറയുന്നതൊക്കെ യൂസർ ഡിഫൈൻഡ് ആണ്. ഓക്കെ, നമുക്ക് എവിടേക്കാണോ ജമ്പ് ചെയ്യേണ്ടത്, അതായത് കോൾ ചെയ്യേണ്ടത് ഏത് റൂട്ടീനാണ് ആ റൂട്ടിൻ്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് നെയിം. അപ്പം കോൾ ഫോളോഡ് ബൈ എ മീനിങ് ഫുൾ നെയിം കൊടുക്കുക. ഇവിടെ ഇപ്പോൾ സബ് റൂട്ടീന് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സബ് റൂട്ടീൻ തന്നെ കൊടുത്തു. ഇനി ഇത് കേസ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് കോൾ എന്നുള്ളത് ക്യാപ്സിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്മോൾ, എങ്ങനെയായാലും അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ആ കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സീക്വൻസ് ആണ് എൻസർക്കിൾ ചെയ്തിരിക്കുന്ന കണ്ടോ 1 2 3 എന്ന് പറയുന്നത്. ഇനി എന്താ കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. യൂസിങ് കോൾ ഇൻസ്ട്രക്ഷൻ എ ഫംഗ്ഷൻ ഓർ സബ് റൂട്ടീൻ ഇസ് കോൾഡ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ദിസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ യൂസ് ടു കോൾ എ സബ് റൂട്ടീൻ. നമ്മൾ ഒരു ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് പാരന്തസിസ് ഇട്ടിട്ട് സെമിക്കോളൻ ഇട്ടിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യില്ലേ, അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൾ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദ സബ് റൂട്ടീൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം സീക്വൻസാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ മെയിൻ പ്രോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. അതിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു, സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കോൾ ഇൻസ്ട്രക്ഷൻ കാണുമ്പം ആ പ്രോഗ്രാം ഫ്ലോ ആണ് ഗ്രീൻ ലൈൻസ് ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോൾ സബ് റൂട്ടീൻ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എത്തുമ്പോൾ അവിടെ നിന്ന് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ അല്ല. അത് ഏതാണോ സബ് റൂട്ടീനിൽ പറഞ്ഞിരിക്കുന്നത് ആ അഡ്രസ്സിലേക്ക് പോയിട്ട് അവിടെ ഒരു റൂട്ടീൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ജമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ തന്നെ ഏതോ ഒരു ഇൻസ്ട്രക്ഷനിലേക്ക് ജമ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ അതല്ല, നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു സബ് റൂട്ടീനിലേക്കാണ് ഇപ്പം കൺട്രോൾ പോകേണ്ടത്.
ഓക്കെ. അപ്പം അതുവരെ ഉള്ള ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. മൈക്രോ പ്രോസസ്സർ എടുക്കുന്ന സ്റ്റെപ്സ് സെയിം ആയിരിക്കും. അതായത് കോൾ സബ് റൂട്ടീൻ പറയുമ്പം കോൾ അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം അത് എവിടേക്കാണോ പോകേണ്ടത് അതായിരിക്കും ആ അഡ്രസ്സ് ആയിരിക്കും ഐ പിയിൽ ഇനി ലോഡ് ആവുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ആ ഐ പിയിലേക്ക് ലോഡ് ആവേണ്ടതാണ്. പക്ഷേ ഇപ്പം ഐ പിയിൽ ഇരിക്കേണ്ട അഡ്രസ്സ് ഏതാണ്? ആക്ച്വലി കോൾ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐ പിയിലുള്ളത് നെക്സ്റ്റ് ഇമീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും അല്ലേ, ഐ പി. കാരണം ഐ പി എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഐ പി സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ നോർമലി ഐ പിയിൽ അതായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഈ സബ് റൂട്ടീനും ജമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിലേക്ക് ജമ്പ് ചെയ്ത് ആ റൂട്ടീനിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൾ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് ഇമീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ തൊട്ട് പ്രോഗ്രാം ഫ്ലോ അത് തിരിച്ച് അവിടെ തൊട്ട് റൺ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതാണ് ഫ്ലോ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? അതായത് ആ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്തു, ഗ്രീൻ ലൈൻസ് താഴെ വന്നു, കോൾ സബ് റൂട്ടീൻ എത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും കൺട്രോൾ സബ് റൂട്ടീനിലേക്ക് പോയി. അവിടെ സബ് റൂട്ടീൻ പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? കൺട്രോൾ ഈ സബ് റൂട്ടീൻ്റെ കഴിഞ്ഞു എന്ന് നമ്മുടെ പ്രോസസ്സർക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? കോൾ സബ് റൂട്ടീനിലേക്ക് തന്നെയാണ്. സെയിം ആ ഇൻസ്ട്രക്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തൊരു എൻഡ്ലെസ് ലൂപ്പ് ആവില്ല. അങ്ങോട്ടല്ല പോകുന്നത്, അതിൻ്റെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് വന്ന് ആ ഇൻസ്ട്രക്ഷൻ തൊട്ട് താഴേക്ക് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുക. അതാണ് ആ ഒരു ഓർഡർ. അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ തിരിച്ച് വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അതിന് 3 സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുക. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇൻട്രപ്സ് ഒക്കെ പഠിക്കും. അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് 3rd മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ആ കോൾ സബ് റൂട്ടീനും ജമ്പും തമ്മിലുള്ള വ്യത്യാസം. ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജമ്പ് എവിടേക്കാണ് പോയിരിക്കുന്നത്? അവിടെ നിന്ന് കൺട്രോൾ പ്രോഗ്രാം ഫ്ലോ അങ്ങനെ തന്നെ ആ ഒരു ഓർഡറിൽ അങ്ങനെ പോവുകയാണ്. തിരിച്ചൊരിക്കലും ജമ്പ് ഡൗണിലേക്ക് വരുന്നില്ല. പക്ഷേ കോൾ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ആ സബ് റൂട്ടീൻ ആ പെർട്ടിക്കുലർ റൂട്ടീനിലേക്ക് പോകുന്നു. ആ റൂട്ടീനിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് റിട്ടേൺ, RET എന്ന് പറഞ്ഞ റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് കാണുമ്പോൾ എന്ത് മനസ്സിലാവും പ്രോസസ്സർക്ക്? ഇനി എനിക്ക് തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് പോകണം. എന്നെ ആരാ വിളിച്ചത് അവിടെ പോയിട്ട് അവിടെ നിന്ന് എൻ്റെ പ്രോഗ്രാം എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യണം. അതാണ് അതിന് മനസ്സിലാകുന്നത്. അപ്പം നമ്മളിവിടെ ഫങ്ഷൻസിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം C++ലോ ജാവയിലൊക്കെ ആണെങ്കിൽ ഓപ്പണിംഗ് ബ്രേസ് ഉണ്ടാവും, ക്ലോസിംഗ് ബ്രേസ് ഉണ്ടാവും. ആ ക്ലോസിംഗ് ബ്രേസ് ആണ് അതിൻ്റെ സിൻടാക്സ്. അത് കാണുമ്പോഴാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ അതിന് പകരം RET എന്ന് പറയുന്ന ഒരു കീവേഡ് ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ കാണുമ്പോഴാണ് തിരിച്ചു പോകുന്നത്. അതാണ് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഓക്കെ, C++ഉം നമ്മളുടെ അസംബ്ലിയും തമ്മിലുള്ള കമ്പാരിസൺ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള സ്റ്റെപ്സ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ആ കോൾ സബ് റൂട്ടീൻ പറയുമ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോളൂ, പുഷ് IP. അതായത് ഐ പിയിൽ ഇപ്പം കോൾ സബ് റൂട്ടീൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐ പിയിൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പം കോൾ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ 5000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ 5001 ആയിരിക്കും ഐ പിയിൽ സ്റ്റോർ ചെയ്യാം. ഐ പിയിൽ ഒരു 16-bit അഡ്രസ്സ് അല്ലേ സ്റ്റോർ ചെയ്യണം. അതിൽ ആ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, അതായത് 5001 എന്ന് പറയുന്ന 5001 എന്ന് പറയുന്ന അഡ്രസ്സ് ആയിരിക്കും ഐ പിയിൽ ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ഐ പിയിലുള്ള ഈ അഡ്രസ്സ് ആണോ നമുക്ക് ജമ്പ് ചെയ്യേണ്ടത്? അല്ല, അത് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ലേബലിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് നമുക്ക് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ പിയിൽ എന്ത് ചെയ്യണം? ഐ പിയിൽ ആ വാല്യൂ, അതായത് സബ് റൂട്ടീൻ എന്ന് പറയുന്ന ആ വാല്യൂ ആയിരിക്കും ഐ പിയിൽ ഇനി ലോഡ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനെ ലോഡ് ചെയ്ത് പോയാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ ഇത് എവിടെയെങ്കിലും സൂക്ഷിക്കണ്ടേ? മനസ്സിലായോ? അതായത് ഈ ഐ പിയിലുള്ള 5001 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ സബ് റൂട്ടീനിൽ പോയിട്ട് സബ് റൂട്ടീനിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. ഇത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കണേ എന്നുള്ളതാണ്. നമുക്കറിയാം ടെമ്പററി സ്റ്റോറേജിന് നമ്മുടെ ഒരു സ്റ്റാക്ക് ഉണ്ട് ഇല്ലേ? അപ്പോൾ ആ സ്റ്റാക്കിലേക്ക് വി പുഷ് ദ റിട്ടേൺ അഡ്രസ് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഐ പി ഓൺ ടു ദ സ്റ്റാക്ക്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ആരോ നോക്കുക, ഗ്രീൻ ആരോസിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. കോൾ സബ് റൂട്ടീൻ കാണുമ്പം ആ 1 എന്ന് പറയുന്നത് ആ മുകളിലേക്ക് പോണതാണ്. കണ്ടോ? അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 1 എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ റിട്ടേൺ അഡ്രസ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇവിടെ എത്തി കോൾ സബ് റൂട്ടീൻ കഴിഞ്ഞിട്ടാണ് ആ 1 കാണുന്നത്. ഇവിടെ 1 കാണിച്ചിരിക്കുന്നത് ആ സ്ലാൻഡിങ് ലൈനിലാണ് 1 കാണിച്ചിരിക്കുന്നത് മുകളിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പം അത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ റിട്ടേൺ അഡ്രസ്സ്, അതായത് ഐ പിയിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഒരു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് പുഷ് ദ ഐ പി ഓർ റിട്ടേൺ അഡ്രസ് ഓൺ ടു സ്റ്റാക്ക് ആൻഡ് ഗോ ടു ദ സബ് റൂട്ടീൻ. അത് സബ് റൂട്ടീനിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഐ പിയിൽ ഇപ്പോഴത്തെ കണ്ടൻറ്റ് നമ്മൾ മാറ്റി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി ആ ഐ പിയിൽ വാല്യൂ എന്തായിരിക്കണം? സബ് റൂട്ടീൻ അഡ്രസ്സ് എന്താണോ അതായിരിക്കണം ആ ഐ പി എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യേണ്ടത്.
അപ്പോൾ ഐ പിയിൽ ഇപ്പോൾ ഉള്ളത് സബ് റൂട്ടീൻ അഡ്രസ്സാണ്. അപ്പം ഐ പിയിലുള്ള എന്താണോ അവിടേക്കായിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ, അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. അപ്പോൾ വേഗം തന്നെ എക്സിക്യൂഷൻ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് ഐ പിയിൽ സബ് റൂട്ടീൻ അഡ്രസ്സാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സബ് റൂട്ടീൻ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഐ പി സൂചിപ്പിക്കുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഇസ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ബിലോങ്സ് ടു ദ സബ് റൂട്ടീൻ. ഓക്കെ, സബ് റൂട്ടീനിലെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് സീക്വൻഷ്യലായിട്ട് അവിടെ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് സബ് റൂട്ടീൻ പ്രോഗ്രാം മൊത്തം എക്സിക്യൂട്ട് ചെയ്തു. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നെക്സ്റ്റ് RET എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കാണും. അപ്പോൾ നമുക്കറിയാം RET എന്ന് പറഞ്ഞാൽ റിട്ടേൺ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതായത് എനിക്കിനി ഇവിടം വരെ ഉള്ളൂ, എൻ്റെ സബ് പ്രോഗ്രാം ഇത്രേ ഉള്ളൂ, ഇനി എനിക്ക് തിരിച്ച് മെയിൻ പ്രോഗ്രാമിൽ പോയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ തൊട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് കോൾ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തൊട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് മനസ്സിലായി റിട്ടേൺ കാണുമ്പം. അപ്പോൾ അത് വേഗം തന്നെ എന്ത് ചെയ്യും, എനിക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അതിനറിയോ? അറിയാം. അത് എവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ആ റിട്ടേൺ അഡ്രസ്സ് ഒരിടത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയാണ്? സ്റ്റാക്കിലുണ്ട്. അപ്പോൾ സ്റ്റാക്കിലേക്ക് പോയിട്ട് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. സോ ഇറ്റ് പോപ്സ് ദ റിട്ടേൺ അഡ്രസ് ഫ്രം ദ സ്റ്റാക്ക് ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ ഐ പിയിലേക്ക് ലോഡ് ചെയ്തു. അപ്പോൾ ഐ പി ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ, ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഇസ് the instruction that is immediate to the call subroutine instruction in the main program. അപ്പോൾ മെയിൻ പ്രോഗ്രാമിലുള്ള കോൾ സബ്റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ്റെ കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണല്ലോ ഐ പി അതായത് സ്റ്റാക്കിൽ പുഷ് ചെയ്ത ഐ പി. അത് പോപ്പ് ചെയ്ത് ഇപ്പോൾ ഐ പിയിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് 3 കാണിച്ചിരിക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ കോൾ സബ്റൂട്ടീൻ കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തൊട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കോൾ ഇൻസ്ട്രക്ഷൻ. ഇത് തന്നെ നമുക്ക് നെസ്റ്റഡ് കോൾസ് ഒക്കെ പോസിബിൾ ആണ്. അത് നെസ്റ്റഡ് കോൾസ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഫംഗ്ഷൻസും റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു സ്റ്റാക്ക് ഉണ്ട്, ആ സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതേ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ സിംഗിൾ കോളേ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ കോൾസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തതുകൊണ്ട് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എപ്പോഴും ഏറ്റവും ഇന്നർമോസ്റ്റ് കോൾ ആയിരിക്കും ഉണ്ടാവും. പിന്നെ അത് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ അടുത്തത് അങ്ങനെ ഒറിജിനൽ മെയിൻ ഫംഗ്ഷനിലേക്ക് പോകണം. അത് ഇത് കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഇത് ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അത് മനസ്സിലാവുമല്ലോ അല്ലേ? സ്റ്റാക്കിലേക്ക് നമ്മൾ റിട്ടേൺ എപ്പോഴും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ഏറ്റവും അവസാനത്തെ കോൾ ഏതാണോ അവിടെ നിന്നായിരിക്കും നെസ്റ്റഡ് കോൾസ് ഒക്കെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. 2 തരത്തിലുള്ള ബ്രാഞ്ചിങ് ആണുള്ളത്. ഒന്ന് ബ്രാഞ്ചിങ് യൂസിങ് ജംപ് ആൻഡ് ബ്രാഞ്ചിങ് യൂസിങ് കോൾ ആൻഡ് റിട്ടേൺ. ഇവിടെ കേസ് സെൻസിറ്റീവ് അല്ല. ഓക്കെ, താങ്ക് യു.